നാളായിട്ട് വ്ളോഗുകൾ ചെയ്യണം എന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്, എനിക്ക് ഓഫാണ്. ബോൾട്ടൺ നഗരത്തിലേക്കുള്ള ഒരു ചെറിയൊരു വിസിറ്റാണ്. അവിടെ ഒരു പള്ളിയിലോട്ടും പിന്നെ ബോൾട്ടൺ സിറ്റി സെൻറ്ററിൻ്റെ സ്ക്വയറിലോട്ടും പിന്നെ ചെറിയൊരു ഷോപ്പിംഗ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നടന്നാലോ. യുകെയിലുള്ള മിക്ക ബസ്സുകളും ഡബിൾ ഡെക്കാട്ടോ, താഴെയും മുകളിലും അങ്ങനെ ഒരു ഫെസിലിറ്റിയിലാണ് മിക്ക ബസ്സുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ബോൾട്ടണിലുള്ളൊരു റീറ്റെയിൽ സെൻ്ററാണ്. ഇവിടെ പല പല ഷോപ്പുകളുടെ ഒരു കോംപ്ലക്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തൊട്ടടുത്ത് തന്നെയായിട്ട് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു റെയിൽവേ സ്റ്റേഷനാണ്. കുറച്ചങ്ങോട്ട് മാറിയിട്ട് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്, കണ്ടോ. ഈ ഒരു പള്ളിക്കാണ് ഞാൻ കുർബാന കാണാനായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നത്. പാരിഷ് ഹോളൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് കാണാം. ബോൾട്ടൺ ഇൻ്റർചേഞ്ചിലേക്ക് നമ്മൾ എത്തിയിട്ടാണ്. ഇവിടെയാണ് ബസ്സും മെട്രോയും ട്രെയിനും എല്ലാ ഫെസിലിറ്റീസും അടുത്തടുത്ത് തന്നെയുണ്ട്. ഇവിടെ ബോൾട്ടൺ ഒരു ചെറിയ സിറ്റിയാണ്, പക്ഷെ മാഞ്ചസ്റ്റർ ആണ് ഇവിടുത്തെ ഒരു മെയിൻ സെൻറ്റർ. അപ്പം അങ്ങോട്ട് പോകാനുള്ള ബസ്സിലോട്ടുള്ള തിരക്കാണ് എപ്പോഴും. സെയിൻറ്റ് പാട്രിക്സ് ചേർച്ച് എന്നാണ് പള്ളിയുടെ പേര്. 1200 വർഷം പഴക്കമുണ്ട് അത്ര ഈ പള്ളിക്ക്. പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ട്. അപ്പോൾ കുർബാന കഴിഞ്ഞൊരു ചെറിയൊരു വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ കുർബാന കഴിഞ്ഞു. ഇനി നമ്മൾ സിറ്റി സെൻറ്ററിലോട്ടൊരു ചെറിയൊരു വിസിറ്റ് നടത്താണ്. ചെറിയൊരു ഷോപ്പിങ്ങും പൗണ്ട് ലാൻഡാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റി സെൻറ്റർ, ബോൾട്ടൺ സിറ്റി സെൻറ്റർ. ഇവിടെയാണ് കുറേ കലാപങ്ങളൊക്കെ നടന്നത് കേട്ടോ. രണ്ട് സൈഡിലും കുറേ ഷോപ്പുകൾ കാണാം. ഇവിടെ ഒരു കാർണിവൽ പോലെ റൈഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. യുകെയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഡബിൾ ഡെക്ക് ബസ്, കാറുകൾ, അങ്ങനത്തെ ടോയ്സിൽ ചെറിയ ചെറിയ റൈഡുകൾ. ഇതാണ് സിറ്റി സെൻറ്റർ. ഇതിവിടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക് ബിൽഡിംഗ് ആണ്. യുകെയുടെ ഫ്ലാഗ് നമുക്ക് മുകളിൽ കാണാം. അത് കഴിഞ്ഞ് ചെറിയൊരു ഫൗണ്ടെയിൻ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ മുമ്പിൽ കുറച്ച് നേരം നമുക്ക് ഇരിക്കാം. ഉള്ളിലോട്ട് പ്രവേശനമില്ല കേട്ടോ, ഇത് ലോക്ക് ചെയ്തിട്ടാണ്. ഇവിടെ യുകെയുടെ പവറിൻ്റെ ചിഹ്നമായിട്ടുള്ള ലയൺസിൻ്റെ 2 സ്റ്റാച്യു. കീപ്പ് ഓഫ്, തുടരുത്. ഇതാണ് മെയിൻ സിറ്റി സെൻറ്ററിൻ്റെ ഒരു ഭാഗം. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ 2 സൈഡിലായിട്ടും ഫൗണ്ടെയിനുകളുണ്ട്. അവിടുത്തെ ഒരു കുട്ടികൾക്കുള്ളൊരു കാർണിവൽ പോലെ ചെറിയ ഗെയിംസും റൈഡുകളൊക്കെ ഉണ്ട്. ഇതാണ് സെൻറ്റർ മോസ്റ്റ് ഭാഗം. കുട്ടികൾ ഇവിടെ ബൈക്കും സ്റ്റണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുറ്റും നിറച്ച് ഷോപ്പുകളുണ്ട്. അപ്പുറത്തും ഈ ഒരു ഫൗണ്ടെയിനും ഒരു സ്റ്റാച്യൂവും കാണാൻ പറ്റും. ഇവിടെയായിരുന്നു കുറച്ച് നാൾ മുമ്പ് കലാപത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ തടിച്ചു കൂടിയതും കുറേ പ്രൊട്ടസ്റ്റുകളൊക്കെ നടന്നത്. World War I-ൻ്റെയും II-ൻ്റെയും മെമ്മറീസിനായിട്ട് ഇവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഒരു സ്റ്റാച്യു ആണ്. ലെസ്റ്റ് വി ഫോർജ്. എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു സ്ത്രീയുടെ മടിയിൽ ഒരു പുരുഷൻ ഇരിക്കുന്നൊരു സ്റ്റാച്യു ആണ്. അതുപോലത്തെ ആ ഒരു ഇത് 2 സൈഡിലുണ്ട്. ഈ 1914 to 1919 ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ. ഇതിൻ്റെ നടുക്കായിട്ടൊരു ക്രിസ്ത്യാനിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് തോന്നുന്നു ഒരു കുരിശുണ്ട്. ഇപ്പുറത്തുള്ള സ്റ്റാച്യു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പോസാട്ടോ. സിറ്റി സെൻറ്ററിൻ്റെ അറ്റത്തുള്ളൊരു കൺസ്ട്രക്ഷൻ ആട്ടോ.
ഒരു വലിയൊരു മെഷീൻ്റെ ഒരു സിംബോളിക്കാണ്. വലിയൊരു മെഷീൻ ഒരു ഗ്ലാസ് കേജിലിട്ട് വെച്ച കേട്ടോ അവിടെ. ഇവിടെ എന്തോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇത് ഒരു സ്റ്റീം എഞ്ചിനാണത്രേ. 1886 ഉണ്ടാക്കിയൊരു സ്റ്റീം എഞ്ചിൻ. ഒരു മ്യൂസിയത്തിലൊരു സ്ട്രക്ചർ പോലെ ഇതിനെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് 1970 കൊണ്ട് സ്ഥാപിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയുണ്ട്. ഇദ്ദേഹം ഒരു സ്റ്റീം എഞ്ചിൻ എൻതൂസിസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. കുറേ സ്റ്റീം എഞ്ചിനെ പറ്റി പഠിത്തവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഈ ഒരു സ്റ്റീം എഞ്ചിൻ്റെ പേര് ഫ്രാങ്ക് എന്നാണ് തോന്നുന്നത്. ഇവിടെ ഫ്രാങ്ക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇവിടുത്തെ ഒരു പൗണ്ട് ലാൻഡ്. ഇത് നമ്മുടെ നേരത്തെ കണ്ട ബിൽഡിംഗ് ഉണ്ട്. പേര് പറയുന്ന പോലെ തന്നെ പൗണ്ട് ലാൻഡ്. ഇവിടെ മിക്ക സാധനങ്ങളും ഒരു 1 to 3 pounds അതിൻ്റെ റേഞ്ചിൽ മിക്ക സാധനങ്ങളും ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. നമ്മൾ ഇനി ചെറിയൊരു ഷോപ്പിങ്ങിന് കയറാം. അപ്പോൾ നമുക്ക് അധികം സാധനങ്ങളൊന്നുമില്ല, കുറച്ച് കിച്ചൺ യൂട്ടൻസിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിന് നമുക്ക് ആകെ ഒരു ചെറിയൊരു ടോങ്സ് മാത്രമേ എടുക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു പോവാണ്. സിറ്റി സെൻറ്ററിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് നടത്തി, എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ നമുക്ക് ആ കാർണിവൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി ബസ് കയറാനുള്ള ചെറിയൊരു നടത്തം. ഞാൻ ഇവിടെ എത്തിയപ്പോൾ ബസ് ഇവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. ഡ്രൈവർ എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് ബസ് കയറാണ്. താങ്ക് യു. നമ്മളങ്ങനെ ബസ് ഇറങ്ങി തിരിച്ച് റൂമിലോട്ടുള്ളൊരു ചെറിയ നടത്തം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. ചെറിയൊരു ബോൾട്ടിൻ്റെ ടൂറും കുറച്ച് ഷോപ്പിംഗ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.